السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد. ഇന്നത്തെ ക്ലാസ് മീമിനോട് ബാ ചേർന്ന് വരുമ്പോൾ എങ്ങനെയാണ് എഴുതേണ്ടത് എന്നാണ്. മീമ് അത് നമ്മൾ എഴുത്തിൽ പല രൂപത്തിൽ നമ്മൾ കാണുന്നതാണ്. ഖുർആനിലും മറ്റും അറബി പുസ്തകങ്ങളിലൊക്കെ നമ്മൾ മീമ് ഒരുപാട് രൂപത്തിൽ കാണാൻ സാധിക്കും. ആ രൂപങ്ങളൊക്കെ എഴുത്തിൻ്റെ രീതികളാണ്. അപ്പോൾ എങ്ങനെയാണ് മീമിനോട് ബാഹിനോട് ഒക്കെ മീമ് വരുമ്പോൾ എഴുതേണ്ടത് എന്നാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ചില ഉദാഹരണങ്ങൾ ഞാനിവിടെ ബോർഡിൽ എഴുതിയിട്ടുണ്ട്. മീമ് എഴുതേണ്ട രൂപങ്ങൾ എല്ലാവർക്കും നോക്കിയാൽ കാണുന്നതാണ്. യത്തിമു എഴുതുമ്പോൾ ഈ രൂപത്തിൽ മീമ് വളച്ചിട്ട് താഴോട്ടേക്ക് വരയ്ക്കുന്ന ഒരു രൂപമുണ്ട്. അതുപോലെ തന്നെ മീമാണെന്ന് തോന്നിക്കാത്ത രൂപത്തിൽ ഇങ്ങനെ എഴുതുന്ന രൂപവും ഉണ്ട്. എല്ലാ രൂപവും നമ്മൾ ഖുർആനിലൊക്കെ കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇതും ഈ യത്തിമു എന്ന് തന്നെയാണ്. അത് എഴുതുമ്പോൾ ഈ രൂപത്തിലും എഴുതാവുന്നതാണ്. അതുപോലെ തമ്മ എഴുതുമ്പോൾ ഈ രൂപത്തിലും എഴുതാം, ഇങ്ങനെയും എഴുതാം. ഇങ്ങനെ വളച്ചിട്ടിട്ടും എഴുതാം. എങ്ങനെയായാലും മീമിന്റെ ആ രൂപം ഉണ്ടായിരിക്കണം. ചില സ്ഥലത്ത് മീമിന്റെ രൂപം കാണാൻ സാധിക്കുകയില്ല. ഈ രൂപത്തിലൊക്കെയാണ് കാണുക. എന്നാലും അത് മീമ് തന്നെയാണ്. അറബിയിൽ പല രൂപത്തിൽ അക്ഷരങ്ങൾ എഴുതും. മീമും തന്നെ പല രൂപത്തിൽ എഴുതുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഈ രൂപങ്ങളൊക്കെ കണ്ടു മനസ്സിലാക്കി ഈ രൂപത്തിലൊക്കെ അറബി എഴുത്ത് നന്നാക്കാൻ ശ്രമിക്കുക. മീമായാലും ഏതക്ഷരമായാലും എഴുത്ത് വളരെ ഉഷാറാക്കുക എന്നാണ് നമ്മുടെ ലക്ഷ്യം. അറബി എഴുത്ത് വളരെ ഭംഗിയായിരിക്കണം. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇത് എഴുതി എല്ലാവരും പഠിച്ച് നല്ല രൂപത്തിൽ എഴുതാനുള്ള നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് മാത്രം ഉണർത്തിക്കൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി